ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്, ഗ്രാമറാണ്. ഇംഗ്ലീഷ് ഗ്രാമറാണ്. അതിൽ ടെൻസുകളുടെ ഭാഗമാണ്. ഏതാണ് ടെൻസുകളുടെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതാണ് ടെൻസുകൾ? ഒരു ഭാഷയെ, അത് ഏത് ഭാഷയായിക്കോട്ടെ, ഏത് ഭാഷയെ സംബന്ധിച്ചും ആ ഭാഷയുടെ ഹൃദയമാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമർ ഇല്ലാതെ ഒരു ഭാഷയ്ക്കും ഒരു സ്ഥായിയായ ഭാവമില്ല. അതിന്റെ അന്തർസത്ത എന്ന് പറയുന്നത് അതിന്റെ ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഫൗണ്ടേഷനാണ്. അതിൽ ചെയ്യുന്ന സോളിംഗ് വർക്കാണല്ലോ. അതുപോലെ തന്നെ ഒരു ഭാഷ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗ്രാമറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമറിനെ സംബന്ധിച്ച് എല്ലാ ഗ്രാമറുകളെ സംബന്ധിച്ചും ടെൻസുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലും ടെൻസുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും കരുതിയിരിക്കുന്നത് 3 തരം ടെൻസുകളാണെന്നാണ്. പല ആളുകളും പറഞ്ഞു കേൾക്കുന്ന ടെൻസുകൾ 3 അല്ലേ എന്ന്. ഇംഗ്ലീഷ് ഭാഷയിൽ ടെൻസുകൾ 3 ആണോ? അല്ല, 12 ടെൻസുകൾ നമുക്ക് പറയാം. എത്രയാണ്? 12 ടെൻസുകൾ. എല്ലാവർക്കും അറിയുന്നത് ഇതായിരിക്കും അല്ലെ? 3 ഏതൊക്കെയാണ്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഏതൊക്കെയാണ്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇത് 3 എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലെ? അതായത് പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ വർത്തമാനകാലം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലഘട്ടം. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന ഭാവി കാലഘട്ടം. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ പറയുന്ന പ്രസന്റ് ടെൻസിനെയും പാസ്റ്റ് ടെൻസിനെയും ഫ്യൂച്ചർ ടെൻസിനെയും 4 നാലുകളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അതായത് പ്രസന്റ് ടെൻസിനെ 4 ആയിട്ടും പാസ്റ്റ് ടെൻസിനെ 4 ആയിട്ടും ഫ്യൂച്ചർ ടെൻസിനെയും 4 ആയിട്ട് നമുക്ക് തിരിക്കാം. അതെങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ശ്രദ്ധിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. കാരണം ഇത് PSC എക്സാമിന് നിർബന്ധമായിട്ടും ടെൻസ് അറിയാതെ പോകാനായിട്ട് സാധിക്കില്ല. PSC എക്സാമിന് ഇംഗ്ലീഷിൽ 10 മാർക്കോളം LDC സംബന്ധിച്ച് വരുന്നുണ്ട്. അത് സ്കോർ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടെൻസിന്റെ സെക്ഷൻ, ഗ്രാമറിന്റെ സെക്ഷൻ. അപ്പോൾ അതറിയാതെ സാധിക്കില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കണമെങ്കിലും നമുക്ക് ഈ ടെൻസ് അറിയാതെ സാധിക്കില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും ടെൻസുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രസന്റ് ടെൻസ് നമുക്ക് എങ്ങനെ 4 ആയിട്ട് പറയാം? ശ്രദ്ധിച്ചോളൂ, കൂടെ പറഞ്ഞോളൂ, പഠിച്ചോളൂ. പ്രസന്റ് ടെൻസ് എങ്ങനെയാണ് 4 ആകുന്നത്? നോക്കൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ്. എന്താണ് പറഞ്ഞത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇനിയോ രണ്ടാമത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഏതാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. മൂന്നാമതോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഏതാ പറഞ്ഞ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി ഏതാ വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പൊ 4 പ്രസന്റ് ടെൻസ് 4 ഏതൊക്കെയാ പറഞ്ഞ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇങ്ങനെ 4 ആയിട്ട് നമുക്ക് പ്രസന്റ് ടെൻസിന് തിരിക്കാം. ഇതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിനെയും എങ്ങനെയാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പറഞ്ഞേ, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. രണ്ടാമത് ഏതാണ്? പാസ്റ്റ് കണ്ടിന്യൂസ്. ശ്രദ്ധിച്ചു പറഞ്ഞേ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പിന്നെയോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇങ്ങനെ നമുക്ക് പാസ്റ്റ് ടെൻസിന് 4 ആയിട്ട് തരംതിരിക്കാം അല്ലെ? ഏതൊക്കെയാ പറഞ്ഞത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇങ്ങനെ 4 ആയിട്ട് നമുക്ക് പാസ്റ്റ് ടെൻസിനെയും തിരിക്കാം. ഇതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിനെ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. എങ്ങനെയാണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് ഏതൊറക്കത്തിലും ചോദിച്ചാൽ പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് എപ്പോഴും അറിഞ്ഞിരിക്കണം, ഇതിന്റെ ഉദാഹരണങ്ങളും. ഇനി നമുക്ക് ഇത് ഓരോന്നും ഏതൊക്കെയാണ് അതിന്റെ ഉദാഹരണങ്ങൾ പറയുന്ന സമയത്ത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടാണ്, വളരെ ലളിതമായിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. പഠിച്ചിരിക്കണം അത്. 12 ടെൻസുകളും നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. അതിന്റെ സ്ട്രക്ചർ, അതുപോലെ അതിന്റെ എക്സാമ്പിൾ ഒക്കെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? സിമ്പിൾ പ്രസന്റ് ടെൻസ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ എങ്ങനെയാണ്?
സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. സബ്ജക്റ്റ് പ്ലസ് V1. എന്താണ് സബ്ജക്റ്റ്? സബ്ജക്റ്റ് അറിയാമല്ലോ അല്ലെ? ഹി, ഐ, വി, നെയിംസ് ഇതൊക്കെ വരുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ആണ്. V1 എന്ന് പറഞ്ഞാൽ എന്താണ്? V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ ഒന്നാമത്തെ ഫോമാണ്. ഫസ്റ്റ് ഫോം ഓഫ് വെർബാണ് V1 എന്ന് പറയുന്നത്. V2 എന്നാൽ വെർബിന്റെ രണ്ടാമത്തെ ഫോം, സെക്കൻഡ് ഫോം ഓഫ് വെർബാണ്. V3 എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കണം തേർഡ് ഫോം ഓഫ് ദി വെർബാണ്. എന്താണ്? തേർഡ് ഫോം ഓഫ് ദി വെർബാണ്. മൂന്നാമത്തെ രൂപമാണ് ഏതിന്റെ? വെർബിന്റെ. ഉദാഹരണം എന്താണ്? ഉദാഹരണം V1 എന്ന് പറയുമ്പോൾ എന്താണ്? ഗോ. ഗോ എന്ന് പറഞ്ഞാൽ V1 ആണ്. ഗോ. സെക്കൻഡോ V2 ഫോം എന്താണ്? ആ വെർബിന്റെ ഗോയുടെ രണ്ടാമത്തെ ഫോം എന്താണ്? വെന്റ്. വെന്റ് ആണ്. വെന്റ്. തേർഡ് ഫോം ഓഫ് ദി വെർബ് എന്താണ്? V3 എന്താണ്? V3 എന്ന് പറയുമ്പോൾ ഗോൺ ആണ്. അപ്പൊ ഏതാണ്? ഗോ, വെന്റ്, ഗോൺ. അതാണ് V1, V2, V3. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി V1, V2, V3 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കണം. ഒന്നാമത്തെ ഫോമാണ് വെർബിന്റെ V1, രണ്ടാമത്തെ ഫോമാണ് V2, V3 എന്ന് പറയുമ്പോൾ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. ഇനി എപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നു V1, V2, V3 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. വെർബിന്റെ മൂന്ന് ഫോമുകളാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണ് സിമ്പിൾ പ്രസന്റിൽ എങ്ങനെ സ്ട്രക്ചർ വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് പറഞ്ഞ സബ്ജക്റ്റ് പ്ലസ് V1. V1 ഏതാ പറഞ്ഞ? ഫസ്റ്റ് ഫോം ഓഫ് വെർബാണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എന്താണ് എക്സാമ്പിൾ പറയേണ്ടത്? സബ്ജക്റ്റ് ഏതാണ്? ഒരു ഹി പറഞ്ഞോളൂ അല്ലെങ്കിൽ ഷീ പറഞ്ഞോളൂ അല്ലെ? അപ്പൊ എന്താണ്? ഹി പ്ലേസ്, ഷീ ഗോസ്, ഷീ ഗോസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ സിമ്പിൾ പ്രസന്റ് ഉദാഹരണമാണ്. ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മള് ഹി പ്ലേ എന്ന് പറഞ്ഞില്ല, ഷീ ഗോ എന്ന് പറഞ്ഞില്ല, മറിച്ച് എന്താ പറഞ്ഞേ? ഹി പ്ലേസ് എന്നാ പറഞ്ഞേ. അതുപോലെ ഷീ ഗോസ് എന്നാ പറഞ്ഞേ. എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബിനോട് കൂടെ നമ്മൾ ഒരു എസ് ചേർക്കണം അല്ലെങ്കിൽ ES ചേർക്കണം. ഇപ്പോൾ സിംഗുലർ ആണെങ്കിൽ ശ്രദ്ധിക്കണം, സിംഗുലർ ആണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈ എസ് അല്ലെങ്കിൽ ES ചേർക്കണം. ഇപ്പൊ എന്താണ്? ഹി പ്ലേസ് എന്ന് പറഞ്ഞു. കാരണം എന്താണ്? അത് ഹി എന്നുള്ളത് എന്താണ്? സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് എന്താണ്? ഹി പ്ലേസ് എന്ന് പറഞ്ഞു. പ്ലേസ് എന്ന് പറഞ്ഞു. അതുപോലെ ഷീ എന്നുള്ളത് എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് എന്താ പറയേണ്ടത്? അതുകൊണ്ട് ഷീ ഗോസ് എന്നാ പറഞ്ഞത്. ഗോസ് ES ചേർത്തു അല്ലെ? ഒരു ES ചേർത്തു നമ്മൾ. മറ്റോടത്ത് എന്താണ്? പ്ലേ എന്ന് പറഞ്ഞ പ്ലേസ് ഒരു S ചേർത്തു. അത് സിംഗുലർ ആയതുകൊണ്ട്. ഇനിയിപ്പോ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വി പ്ലേ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ വി ആണെങ്കിൽ സബ്ജക്റ്റ് വി എന്ന് പറഞ്ഞാൽ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. വി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേ ആണ് യൂസ് ചെയ്യുക. പിന്നെ അവിടെ പിന്നെ വെർബ് V1 എന്താണ്? പ്ലേ ആണ്. എസ് ചേർക്കണ്ട, ES ചേർക്കണ്ട. വി പ്ലേ എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ ദേ എന്ന് പറയുമ്പോൾ ദേ ഗോ എന്ന് പറയുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റിന്റെ ഫോം വരുന്നത്. എന്താണ് സിമ്പിൾ പ്രസന്റിന്റെ ഫോം വരുന്നത്? അതുപോലെ സിമ്പിൾ പ്രസന്റിൽ ഹാബിച്വൽ ആക്ഷൻസ് നമ്മുടെ ശീലങ്ങൾ, ദൈനംദിന ശീലങ്ങൾ, അതുപോലെ പതിവുകൾ കാണിക്കുന്നതിന് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മുടെ ഹാബിച്വൽ ആക്ഷൻസിന് നമ്മൾ കാട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഹി റീഡ്സ് ന്യൂസ് പേപ്പർ എവറി ഡേ, ഹി റീഡ്സ് ന്യൂസ് പേപ്പർ ഡെയിലി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ശീലമാണ്, ഒരു പതിവാണല്ലോ. അയാൾ എന്നും ദിനപത്രം വായിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതിനെന്താണ് നമ്മൾ ഉപയോഗിക്കുക? സിമ്പിൾ പ്രസന്റ് ആണ്. ഹി റീഡ്സ്. ശ്രദ്ധിച്ചില്ലേ? ഹി റീഡ്സ് ന്യൂസ് പേപ്പർ ഡെയിലി അല്ലെങ്കിൽ എവറി ഡേ. ഇതിനെ മനസ്സിലാക്കാൻ, ഈ സിമ്പിൾ പ്രസന്റ് ടെൻസുകളെ മനസ്സിലാക്കാൻ, ഇപ്പൊ നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നു, ആ സമയത്ത് ഇത് സിമ്പിൾ പ്രസന്റ് ആണോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാക്കുക. പെട്ടെന്നൊരു സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലാക്കാൻ അതിൽ എന്തുണ്ടാവും? എവറി ഡേ ഉണ്ടാവും, അതുപോലെ എവറി ടൈം ഉണ്ടാവും, എവറി തിങ് ഉണ്ടാവും, റയർലി ഉണ്ടാവും, ബെയർലി ഉണ്ടാവും, ഫ്രീക്വന്റ്ലി ഉണ്ടാവും, അങ്ങനെയുള്ള സെൽഡം ഉണ്ടാവും, ഇങ്ങനെയുള്ള സം ടൈംസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറെ വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കണം. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റ് പ്ലസ് V1 ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബാണ്. സബ്ജക്റ്റ് പ്ലസ് V1 ആണ് എന്തിന്റെ ഫോം വരുന്നത്? എന്തിന്റെ സ്ട്രക്ചർ വരുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ. അതിന് എക്സാമ്പിൾ എന്താ പറഞ്ഞത്? നമ്മൾ ഹി ഗോസ് പറഞ്ഞു, അല്ലെങ്കിൽ ഷീ ഗോസ് പറയാം, ഹി എന്താണ് പ്ലേസ് എന്ന് പറയാം, വി ഗോ എന്ന് പറയാം. ഇതൊക്കെ എന്താണ്? എന്തിന് ഉദാഹരണമാണ്? സിമ്പിൾ പ്രസന്റ് ഉദാഹരണമാണ്. ഹാബിച്വൽ ആക്ഷൻസ് പതിവുകളുള്ള കാര്യത്തിനും ഹി റീഡ്സ് ന്യൂസ് പേപ്പർ എവറി ഡേ എന്നൊക്കെയുള്ള ഹാബിച്വൽ ആക്ഷൻസിനും നമ്മൾ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പറയാം. പെട്ടെന്ന് പറഞ്ഞു പോകാം, ഇല്ലെങ്കിൽ ഒരു നീണ്ട ക്ലാസ് ആയി മാറും, ലെങ്ത് ഉള്ളതായി മാറും. ഇത് ഭയങ്കര ഇലാബറേറ്റ് ചെയ്തിട്ട് വളരെ വിസ്തരിച്ച് പറയാനുള്ളതാണ്, വിപുലീകരിച്ച് പറയാനുള്ളതാണ്. എന്നാലും
വളരെ മാക്സിമം ചുരുക്കി ഏറ്റവും ലളിതമായ രീതിയിൽ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും ടെൻസ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും, യാതൊരു സംശയമില്ല. അപ്പൊ നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞു? സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെ, 12 ടെൻസുകളിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി എന്താ പറയുന്നത്? ഇപ്പൊ എന്താ പറയാൻ പോകുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ്. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്? അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. അതിന്റെ സ്ട്രക്ചർ എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ ആം. പറഞ്ഞ ഈസ് ആർ ആം പ്ലസ് ING ഫോം ഓഫ് വെർബ്. മനസ്സിലായല്ലോ? സബ്ജക്റ്റ്, അതിന്റെ കൂടെ ഈസ് ആർ ആം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഹെൽപ്പിംഗ് വെർബുകളാണ് അഥവാ ഓക്സിലറി വെർബുകളാണ്. സഹായക്രിയ എന്ന് പറയും മലയാളത്തിൽ. സഹായക ക്രിയയെ സഹായിക്കുന്ന പദങ്ങളാണ്. അപ്പോ ഇതെന്താണ്? പ്രസന്റ് ആണ് അല്ലെ. പ്രസന്റിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു. ഏതാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വരുന്ന പ്രസന്റ് ഓക്സിലറി ഹെൽപ്പിംഗ് വെർബുകളാണ് ഈസ് ആർ ആം പ്ലസ് ING ഫോം. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഏതിന്റെ? പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ വരുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറയാം. ഹി ഈസ് ഗോയിങ്. എന്താണ്? ഹി ഈസ് ഗോയിങ്. ഷീ ഈസ് പ്ലേയിങ്. ഹി ഈസ് ഗോയിങ്, ഷീ ഈസ് പ്ലേയിങ്. ഇതൊക്കെ എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. അതാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. ഹി ഈസ് പ്ലേയിങ്, അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് സിംഗിങ്, അവൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ഗോയിങ്, അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ, അതുപോലെ ആം. ഐ വരെയാണെങ്കിൽ ആം ആണ് യൂസ് ചെയ്യുക. ഐ ആം ഗോയിങ്, ഐ ആം വർക്കിംഗ്, ഐ ആം സിംഗിങ്, ഐ ആം പ്ലേയിങ് എന്നാണ് പറയേണ്ടത്. ഐ വരുമ്പോഴാണ് നമ്മൾ ആം എന്ന് യൂസ് ചെയ്യുക. ഇപ്പോ എന്താണ്? ഹി വരികയാണെങ്കിൽ നമ്മൾ സിംഗുലർ ആയതുകൊണ്ട് ഈസ് യൂസ് ചെയ്യുക. ഇനി പ്ലൂറലൊക്കെ ആണെങ്കിൽ ദേ വരികയാണെങ്കിൽ നമ്മൾ ആർ യൂസ് ചെയ്യും. ദേ ആർ ഗോയിങ് എന്ന് പറയും. ഹി ഈസ് പ്ലേയിങ് എന്ന് പറയും. ഇതാണ് ഇതിന്റെ ഉദാഹരണം. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി വിചാരിക്കണം അല്ലെ. വളരെ സിമ്പിൾ ആണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ആക്ഷനെ കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് മൂന്നാമത്തെ? പ്രസന്റ് പെർഫെക്റ്റ്. എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ വരുന്നത് ശ്രദ്ധിച്ചോളൂ. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. എന്താ പറഞ്ഞത്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഇതിലെന്താണ് നമ്മൾ സഹായക്രിയയായിട്ട് ഹെൽപ്പിംഗ് വെർബായിട്ട് പറഞ്ഞ ഹാസ് ഹാവ് ആണ് അല്ലെ. ഹാസ് ഓർ ഹാവ്. സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്താണ്? ഹാവ് ഉപയോഗിക്കുക. ശ്രദ്ധിച്ചേ, പറഞ്ഞത് തെറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചേ, സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കും. പ്ലസ് V3, തേർഡ് ഫോം ഓഫ് ദി വെർബ് അല്ലെ. നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. V3 എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഹി ഹാസ് ഗോൺ. ഇവിടെ എന്താണ്? സബ്ജക്റ്റ് ഹി ആയതുകൊണ്ട് സിംഗുലർ ആയിട്ടുള്ള ഹെൽപ്പിംഗ് വെർബ് വെച്ചു. ഏതാണ്? ഹാസ് വെച്ചു. V3 ഫോം എന്താണ്? ഹി ഹാസ് ഗോൺ എന്ന് പറഞ്ഞു അല്ലെ. ഹി ഹാസ് ഗോൺ തേർഡ് ഫോം ഓഫ് ദി വെർബാണ് പറയുന്നത്. അപ്പൊ എന്താണ്? ഹി ഹാസ് ഗോൺ എന്ന് പറയാം. ദേ ഹാവ് കം എന്ന് പറയാം. എന്താണ്? ദേ ഹാവ് കം എന്ന് പറയാം. ദേ ഹാവ് കം എന്ന് പറയാം. ഐ ഹാവ് റിട്ടേൺ എന്ന് പറയാം. ഐ ഹാവ് റിട്ടേൺ. ഹി ഹാസ് ഗോൺ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്? സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു. ദേ ഹാവ് കം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ദേ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലൂറലാണ്, അതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു. തേർഡ് ഫോം എന്താണ്? കം എന്നുള്ളത് തേർഡ് ഫോമാണ്. കം അല്ലെ. കം, കെയിം, കം തേർഡ് ഫോമാണ്. ഫസ്റ്റ് ഫോമും കം എന്നാണ്, തേർഡ് ഫോമും കം എന്നാണ്. സെക്കൻഡ് ഫോമാണ് എന്താണ്? കെയിം എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് എന്താണ്? അപ്പൊ അവിടെ എന്താണ്? ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ്. ഹാവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ആ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഹാവ് വെച്ചു, പിന്നെ V3 വെച്ചു. കം എന്നുള്ളത് V3 ആണ്, വെർബിന്റെ തേർഡ് ഫോമാണ്. അതുകൊണ്ട് ദേ ഹാവ് കം എന്ന് പറഞ്ഞു. അതാണ് ഉദാഹരണങ്ങൾ. മനസ്സിലായെന്ന് വിചാരിക്കണം അല്ലെ. സിമ്പിൾ പ്രസന്റ്
ടെൻസ് ആണ്. അതായത് എന്താ പറയാ, ഒരു നടന്നു കഴിഞ്ഞ ഒരു ആക്ഷൻ കൃത്യമായിട്ട് സമയം പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്, അതിനെ സൂചിപ്പിക്കാൻ കൃത്യമായിട്ട് സമയമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് അത് പറയുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ലളിതമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് നമുക്കത് മനസ്സിലാവും. അത്ര ഈസി ആയിട്ടുള്ളതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി ഏതാണ് നാലാമത് വരുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് എന്താണ് പറഞ്ഞത്, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്. എന്താണ് പറഞ്ഞത്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ എന്താണ് സ്ട്രക്ചർ വരിക, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം. എന്താണ് ബീൻ പ്ലസ് ing ഫോം വരുന്നത്? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അതിന്റെ ഒരു ഉദാഹരണം പറയാം, അപ്പൊ മനസ്സിലാവും നമുക്ക്. അതായത് he has been working here for 3 hours എന്ന് പറഞ്ഞു. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ they വെച്ച് പറയാം നമുക്ക്. they have been working since Monday. ഈ ഒരു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ മനസ്സിലാക്കാനുള്ള ഒരു കീവേഡ് എന്ന് പറഞ്ഞാൽ സിൻസ് ഉണ്ടാവും. സിൻസ് ഉണ്ടായിരിക്കും, ഫോർ ഉണ്ടായിരിക്കും, സിൻസ് ഉണ്ടായിരിക്കും, ഒരു കാലം പറഞ്ഞിട്ടുണ്ടാവും. അതായത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവൃത്തി, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഭൂതകാലത്തിൽ ആരംഭിച്ച് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കാട്ടാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്താ പറഞ്ഞ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ്. ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞാണ്, വീണ്ടും പറയണ്ടല്ലോ, മനസ്സിലായിട്ടുണ്ടല്ലോ, ഈസി ആണല്ലോ. സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് വെക്കും, പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഹാവ് വെക്കും. അപ്പൊ എന്താ പറഞ്ഞ സ്ട്രക്ചർ, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ. ഇവിടെ എന്താണ് കൂടുതൽ വന്നത്, ഒരു ബീൻ ആണ് വന്നത് അല്ലെ. ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്. ing ഫോമിന്റെ, അതായത് വെർബിന്റെ കൂടെ ഒരു ing ഫോം ചേർക്കണം. കാരണം കണ്ടിന്യൂസ് ആക്ഷൻ ആണല്ലോ. നമ്മൾ നേരത്തെ പ്രസന്റ് കണ്ടിന്യൂസിൽ ഒരു ing ചേർത്തല്ലോ. ഇവിടെ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, ഇവിടെയും എന്താണ് വെർബിന്റെ കൂടെ ing ഫോം ചേർക്കണം. കണ്ടിന്യൂസ് വരുമ്പോൾ എപ്പോഴും ing ഫോം ചേരും വെർബിന്റെ കൂടെ, അത് മനസ്സിലാക്കുക. ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് ഒരു ബീൻ കൂടെ വരുന്നു. ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബാണ് വരുന്നത്. ഉദാഹരണം മനസ്സിലായല്ലോ, വളരെ ഈസി അല്ലേ? ഇതാണ് പ്രസന്റ് ടെൻസിന്റെ 4 ഫോമുകൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞു, പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞു, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഇതിന്റെ സ്ട്രക്ചറുകളും ഉദാഹരണങ്ങളും പറഞ്ഞു. അപ്പൊ പ്രസന്റ് ടെൻസിൽ വരുന്ന 4 ഭാഗങ്ങൾ മനസ്സിലായല്ലോ. ഇനി പാസ്റ്റ് ടെൻസിന്റെ 4 ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. ഏതൊക്കെയാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഏതൊക്കെയാണ് അതിന്റെ സ്ട്രക്ചറുകൾ, അതുപോലെ ഉദാഹരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പോകാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്? അതിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. എന്താണ് സബ്ജക്റ്റ് പ്ലസ് V2? ഉദാഹരണം, സബ്ജക്റ്റ് എന്താണ് സിംഗുലർ ആണെങ്കിൽ എന്താണ് ഇതിലങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടോ? അത് ഏതിലാ പറഞ്ഞത്? ശ്രദ്ധിക്കണം. അത് ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ, അതായത് സിമ്പിൾ പ്രസന്റിലാണ് നമ്മളത് പറഞ്ഞത് അല്ലെ. പ്രസന്റില് es അഥവാ s ചേർക്കണം എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനത്തെ നിബന്ധനകളൊന്നുമില്ല. സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ ഏതും ആയിക്കോട്ടെ, സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. സെക്കൻഡ് ഫോം ഓഫ് ദി വെർബാണ് സബ്ജക്റ്റിന്റെ കൂടെ വേണ്ടത്. ഒരു ഉദാഹരണം പറയാം. ഹി വെന്റ്. അതുപോലെ എന്താണ്, ഇപ്പൊ ഒരു ഉദാഹരണം പറയാ, ഷീ കെയിം, ഹി കെയിം, ദേ കെയിം എന്നൊക്കെ പറയാം നമുക്ക്. ഇതില് ദേ കെയിം എന്ന് പറഞ്ഞാലും ഷീ കെയിം എന്ന് പറഞ്ഞാലും സിംഗുലർ പ്ലൂറൽ എന്നുള്ളൊരു വ്യത്യാസമില്ല. നമുക്കത് ഇങ്ങനെ പറയാം. സബ്ജക്റ്റ് പ്ലസ് V2 എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏത് കേസിലാ? സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ കേസിൽ അല്ലെ. അതുപോലെ ഭൂതകാലത്ത്, ഇതിന്റെ ഒരു കാര്യം വരുന്നത് എന്താണ്, ഭൂതകാലത്ത് നടന്ന ഒരു പ്രവൃത്തി ഒരു പ്രത്യേക സമയത്ത് കഴിഞ്ഞ കാര്യം, ഭൂതകാലത്ത് ഒരു പ്രത്യേക സമയത്ത് കഴിഞ്ഞ കാര്യത്തെയാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ പറയുന്നത്. ഭൂതകാലത്ത് കഴിഞ്ഞുപോയ ഒരു പ്രവൃത്തിയെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ. ഇനി അടുത്ത എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ്. അത് ഭൂതകാലത്തിൽ നടന്ന ഒരു പ്രവൃത്തി, കഴിഞ്ഞുപോയ ഒരു പ്രവൃത്തി, ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ആക്ഷൻ, കഴിഞ്ഞുപോയ ഒരു ആക്ഷനെ നമ്മൾ പറയാനായിട്ടാണ്
എന്ത് പറയുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ ഏതാണ്? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്. ing ഫോം ഓഫ് ദി വെർബ്, വെർബിന്റെ ing ഫോം. ഏതൊക്കെയാ പറഞ്ഞത്? സബ്ജക്റ്റിന്റെ കൂടെ വാസ് ഓർ വേർ വെക്കുക. നമ്മൾ പറഞ്ഞതാണ്, ഒരുപാട് തവണ പറഞ്ഞതാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഏത് വെക്കണം? വാസ് ആണ് വെക്കേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ് വെക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർ വെക്കണം. പിന്നെ എന്താണ്? ing ഫോം ഓഫ് ദി വെർബ്. കഴിഞ്ഞു പോയ ഒരു കണ്ടിന്യൂസ് ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി, പറയാൻ വേണ്ടിയിട്ടാണല്ലോ എന്ത് പറയുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ പറയുന്നത്. ഉദാഹരണം പറയാം, മനസ്സിലാവും. ഉദാഹരണം വളരെ സിമ്പിൾ ആണ്. he was reading. She was sleeping. They were going. ഇപ്പൊ ദേ ആണെങ്കിൽ ദേയുടെ കേസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. പ്ലൂറലാണെങ്കിൽ വേർ ഉപയോഗിച്ചു. സിംഗുലർ ആയ കാര്യങ്ങൾ നമ്മൾ എന്താണ്? വാസ് ഉപയോഗിച്ചു. അപ്പോൾ വാസ് ഓർ വേർ ആണ് ഏതിൽ വരേണ്ടത്? പ്രസന്റ് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസിൽ വരേണ്ടത്. പ്രസന്റ് കണ്ടിന്യൂസിൽ വരേണ്ടത് അതാണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ വരേണ്ടത് എന്താണെന്ന് പറഞ്ഞു? വാസ് അഥവാ വേർ ആണ് വരേണ്ടത്. നമ്മൾ കഴിഞ്ഞ പ്രസന്റ് ടെൻസിന്റെ പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസിൽ ഏതാ പറഞ്ഞത്? ഓർമ്മയുണ്ടോന്ന് അറിയാനാ. പ്രസന്റ് കണ്ടിന്യൂസിൽ ഏതാ പറഞ്ഞത്? പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ പറഞ്ഞത് ഈസ്, ആർ, എം ആണ് ഹെൽപ്പിംഗ് വെർബായിട്ട് പറഞ്ഞു. ഇവിടെ ഏതാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് പറയുന്നത്? വാസ് അല്ലെങ്കിൽ വേർ ആണ്. സബ്ജക്റ്റ് അനുസരിച്ച് സിംഗുലർ ആണെങ്കിൽ വാസും പ്ലൂറൽ ആണെങ്കിൽ വേറും വെക്കണം എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ ing ഫോം വെക്കണം. എന്തിന്റെ? വെർബിന്റെ ing ഫോം വെക്കണം. ഉദാഹരണങ്ങൾ പറഞ്ഞു. മനസ്സിലായല്ലോ? സ്ട്രക്ചർ മനസ്സിലായല്ലോ? ഈസി അല്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസ് വളരെ ഈസി ആണല്ലോ അല്ലെ? ഇനി എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇതെന്താണ്? കഴിഞ്ഞുപോയ ഒരു പ്രത്യേക സമയം നിശ്ചയം പറയാതെ കഴിഞ്ഞുപോയ ഒരു ആക്ഷനെ നമ്മൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞുപോയ രണ്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിലൊരു കാര്യം കൂടി വരുന്നത്, കഴിഞ്ഞുപോയ രണ്ട് കാര്യങ്ങൾ, ആദ്യം നടന്ന കാര്യങ്ങളെ പറയാനായിട്ട്. കഴിഞ്ഞുപോയ രണ്ട് പ്രവൃത്തികൾ മനസ്സിലാക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക. കഴിഞ്ഞുപോയ രണ്ട് പ്രവൃത്തികൾ, അതിൽ ആദ്യം നടന്ന പ്രവൃത്തിനെ പറയാനായിട്ട് നമ്മൾ എന്ത് പറയും? പാസ്റ്റ് പെർഫെക്റ്റിൽ. എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റിൽ. രണ്ടാമത് നടന്ന പ്രവൃത്തിയെ പറയാനായിട്ട് എന്തിലാണ് പറയാ? നമ്മൾ ചർച്ച ചെയ്ത തൊട്ടു മുന്നേ പറഞ്ഞല്ലോ, ഏതാണ്? സിമ്പിൾ പാസ്റ്റ് അല്ലെ? സിമ്പിൾ പാസ്റ്റിൽ രണ്ടാമത് നടന്ന പ്രവൃത്തിയെ പറയും. രണ്ട് പ്രവൃത്തി നടന്നു, മനസ്സിലായല്ലോ? രണ്ട് പ്രവൃത്തി നടന്നു. അതിൽ ആദ്യം നടന്ന പ്രവൃത്തിയെ പറയാനായിട്ട് ഏതാണെന്ന് പറഞ്ഞേ? ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് പറയാം. രണ്ടാമത് നടന്ന പ്രവൃത്തിയെയോ അത് സിമ്പിൾ പാസ്റ്റിൽ പറയാം. അപ്പൊ അതിനും വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കും? ഇങ്ങനെ പറയുന്ന രണ്ട് കാര്യങ്ങളെ വേണ്ടി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? സ്ട്രക്ചർ പറയാൻ മനസ്സിലാവുന്ന നിങ്ങൾക്ക്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇതിൽ സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് നോക്കണ്ട, ഹാഡാണ്. നമ്മൾ എന്താണ്? പെർഫെക്റ്റ് വേറൊരു കാര്യത്തിൽ പറഞ്ഞു. എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞു അല്ലെ? പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞ സമയത്ത് എന്താണ്? ഹാസ്, ഹാവ് പറഞ്ഞത്. അത് സിംഗുലർ ആണെന്ന് നോക്കണം, പ്ലൂറൽ ആണെന്നൊക്കെ നോക്കണം. പക്ഷെ ഇവിടെ സിംഗുലർ ആണെങ്കിലും സബ്ജക്റ്റ്, പ്ലൂറൽ ആണെങ്കിലും ശരി ഹാഡാണ്. ഈ സ്ട്രക്ചർ അങ്ങനെയാണ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. അതായത് തേർഡ് ഫോം ഓഫ് ദി വെർബ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദി വെർബ്, അതായത് V3. ഉദാഹരണം പറയാം. ഷീ ഹാഡ് ഗോൺ, ഹി ഹാസ് കം. എന്താണ്? ഷീ ഹാഡ് ഗോൺ, ഹി ഹാഡ് കം. മനസ്സിലായോ? ഇത് അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറഞ്ഞേ, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളത്. I had locked the door. ഞാൻ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു. I had locked the room. ഞാൻ റൂം അടച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇതാണ് എന്താണ്? പെർഫെക്റ്റ്. എന്ത്? പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ വരുന്നത്, ഉദാഹരണം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് പ്രവൃത്തികളിൽ ആദ്യത്തേനെ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണമെന്ന് പറഞ്ഞു. അതിനൊരു ഉദാഹരണം കേൾക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറയാം. I had locked the room before I left the house. എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ റൂം ലോക്ക് ചെയ്തിരുന്നു. ഞാൻ പുറത്തേക്ക് പോരുന്നത്, വീട് വിട്ട് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്താണ്? റൂം ലോക്ക് ചെയ്തിരുന്നു. ഇതിൽ ആദ്യം നടന്ന പ്രവൃത്തി ഏതാ?
ഞാൻ ആദ്യം റൂം ലോക്ക് ചെയ്തിരുന്നു എന്നുള്ളതല്ല ആദ്യം നടന്ന പ്രവൃത്തി. അതിനെന്ത് പറഞ്ഞു? അതിനെ പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? ഐ ഹാഡ് ലോക്ക്ഡ് ദി ഡോർ, അല്ലെങ്കിൽ ഐ ഹാഡ് ലോക്ക്ഡ് ദി റൂം എന്ന് പറഞ്ഞു ആദ്യം. അതെന്ത് പറഞ്ഞു? പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. രണ്ടാമത് നടന്ന പ്രവൃത്തി എന്താണ്? ഞാൻ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത്. അത് ബിഫോർ എന്താണത്? ബിഫോർ ഐ ഹാഡ് ലെഫ്റ്റ് ദി ഹൗസ്. ഞാൻ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നതിന് മുൻപ്. അവിടെ എന്താ പറഞ്ഞത്? ഐ ഐ ഐ ലെഫ്റ്റ് ദി ഹൗസ്. ഐ ലെഫ്റ്റ് ദി ഹൗസ്. ഐ ലെഫ്റ്റ് ദി ഹൗസ് എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചു അവിടെ, അല്ലെ? സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചു. രണ്ടാമത് കഴിഞ്ഞ പ്രവൃത്തിയെ സിമ്പിൾ പ്രസന്റിലും ആദ്യം നടന്ന പ്രവൃത്തിയെ എന്താണ്, സോറി, രണ്ടാമത് നടന്ന, ശ്രദ്ധിക്കുക, തെറ്റ് പറഞ്ഞു. അതായത് രണ്ടാമത് നടന്ന പ്രവൃത്തിയെ പാസ്റ്റ്, രണ്ടാമത് നടന്ന പ്രവൃത്തിയെ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞു. സിമ്പിൾ പാസ്റ്റിൽ, അതായത് ലെഫ്റ്റ്, ഐ ലെഫ്റ്റ് ഹൗസ്, ഐ ലെഫ്റ്റ് ഹൗസ്. ആദ്യം നടന്ന പ്രവൃത്തി നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം നടന്ന പ്രവൃത്തിയെ പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. ഐ ഹാഡ് ലോക്ക്ഡ് ദി റൂം, ഐ ഹാഡ് ലോക്ക്ഡ് ദി റൂം. മനസ്സിലായെന്ന് വിചാരിക്കണു. ഇനി ഏതാണ് വരുന്നത്? നാലാമത്തെ, അതായത് പാസ്റ്റ് ടെൻസിന്റെ നാലാമത്തെ ഫോം എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് നോക്കാം. സ്ട്രക്ചർ നോക്കാം, ഉദാഹരണങ്ങൾ നോക്കാം. ഇങ്ങനെ വളരെ നീണ്ട ഒരു ക്ലാസ് ആകേണ്ടതാണ്. ശരിക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഓൺലൈനിൽ ചെയ്യാന്നുള്ളത്. ശരിക്കും ഇത് ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് ചെയ്യേണ്ടത്. എങ്കിലും നമുക്ക് ആ ഒരു നിവൃത്തിയില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാനാണ് എനിക്ക് സാധിക്കുക. അപ്പോൾ അത് ചെയ്യാണ്. എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ്, അങ്ങനെ പറയാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. എന്താണ് പറഞ്ഞത്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. ഒരു ഉദാഹരണം പറയാം. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ 5 years. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ 5 years. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ 5 years. അതുപോലെ he had been waiting for he had been waiting for 3 hours പറഞ്ഞു. ഫോർ 3 hours എന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടെ നന്നാവും, ഗ്രാമാറ്റിക്കലി ശരിയാവും. അതായത് he had been waiting for 3 hours. അവൻ 3 മണിക്കൂറോളമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞുപോയ പ്രവൃത്തി, കഴിഞ്ഞുപോയ ഒരു പ്രവൃത്തിയെ ചെയ്തുകൊണ്ടേയിരുന്ന കഴിഞ്ഞുപോയ ഒരു പ്രവൃത്തിയെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചറാണ് ഈ പറഞ്ഞത്. ഒരു ഉദാഹരണവും നമ്മൾ പറഞ്ഞു, അല്ലെ? എന്താണ്? ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ 5 years. അല്ലെ? ഞാൻ ഒരു കമ്പനിയിൽ 5 വർഷത്തോളമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ? അങ്ങനെ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ, കഴിഞ്ഞുപോയ നടന്നുകൊണ്ടേയിരുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഫ്യൂച്ചർ ടെൻസിലേക്കും അതിന്റെ 4 ഭാഗങ്ങളിലേക്കും നമുക്ക് വരാം. ആദ്യം എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്? അതിന്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 ആണ്. വിൽ ഓർ ഷാൽ പ്ലസ് V1 ആണ്. ഏതൊക്കെയാണ് ഇതിൽ സഹായക്രിയയായിട്ട് വരുന്നത്? വില്ല് അഥവാ ഷാല്. ഐ വി വരുന്ന സമയത്ത്, സബ്ജക്റ്റ് ഐ അഥവാ വി വരുന്ന സമയത്ത് നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഷാലാണ് ഉപയോഗിക്കുക. മറ്റെല്ലാ സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് വിൽ ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഹി വിൽ കം, ഷി വിൽ ഗോ. ഇതൊക്കെ എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് ഉദാഹരണമാണ്. നമ്മൾ നിത്യം ഉപയോഗിക്കുന്നത്, അതായത് ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിയെ, നാളെ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത് ഫ്യൂച്ചർ ടെൻസിൽ വരുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്? അതെങ്ങനെയാണ് വരുന്നത്? അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വി പ്ലസ് ING. എപ്പോഴും ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ടെൻസ്, അത് പ്രസന്റ് ആയിക്കോട്ടെ, പാസ്റ്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, എന്തുണ്ടാവും? ഒരു ING ഫോം ഉണ്ടാവും. വെർബിന്റെ കൂടെ ഒരു ING ഫോം ഉണ്ടാവും. ING ഫോം ഓഫ് ദി വെർബ് അത് മസ്റ്റ് ആണ്, കമ്പൽസറി ആണ്. അപ്പൊ എന്താണ് ഇതിന്റെ സ്ട്രക്ചർ പറഞ്ഞത്? സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി, ശ്രദ്ധിക്കുക, ഒരു ബി പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. ഒരു ഉദാഹരണം പറയാം. he will be writing, she will be reading എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ എന്താണ് അവിടെ? ഹി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്, അല്ലെ? പ്ലസ് എന്താണ്? നമ്മൾ വില്ല് വെച്ചു, ബി വെച്ചു, ING ഫോം ഓഫ് ദി വെർബ് റീഡിങ് അഥവാ എന്താണ് സ്ലീപ്പിംഗ്,
അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം, റൈറ്റിംഗ്, എന്തൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറും എക്സാമ്പിളും വരുന്നത്. ഭാവിയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പോകുന്നൊരു പ്രവൃത്തി, ഭാവിയിൽ ഇന്ന സമയത്ത് ഞാൻ ഈ ഒരു പ്രവൃത്തി, പ്രത്യേക സമയത്ത് ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഭാവിയിലെ കണ്ടിന്യൂസ് ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ് എന്താണ് പ്രസന്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്? വളരെ ഇതിൽ ഈ പറയുന്ന പോലെ ചില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണല്ലോ, ക്യാമറയിലാണ് പറയുന്നത്, ഓഫ്ലൈൻ ക്ലാസ്സാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ ഈ പരിമിതി എന്ന് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് പറയണം, നിങ്ങളത് നോട്ട് ചെയ്യണം. ഞാൻ പിന്നീട് ഈ ക്ലാസ് കേൾക്കും, തെറ്റുണ്ടെങ്കിൽ ഞാനത് അടിയിൽ ഇങ്ങനെ നമ്മൾ ടൈപ്പിങ്ങിലായിട്ട് നമ്മൾ എഴുതി കാണിക്കുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാവാം, തെറ്റ് അടിയിൽ എഴുതി കാട്ടും, പ്രശ്നമില്ല. എങ്കിലും എന്താണ് ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി തിരുത്തേണ്ടതാണ്. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഏതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് ടെൻസിനെ കുറിച്ച്? ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച്. അതിൽ ഏത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി? സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞു. ഇപ്പൊ ഏതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അത് പറഞ്ഞല്ലോ, സ്ട്രക്ചർ മനസ്സിലായല്ലോ, ഉദാഹരണം മനസ്സിലായല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് മനസ്സിലായല്ലോ. ഇനി എന്താണ് അടുത്തത്? എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്? പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞ ശരിയല്ലേ? ഫ്യൂച്ചർ പെർഫെക്റ്റ് അല്ലേ ഇനി പറയാനുള്ളത്? എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെ? എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. നമ്മൾ ഇതിനോടൊക്കെ എന്ത് പറഞ്ഞു? സിമ്പിൾ പെർഫെക്റ്റ് പറഞ്ഞല്ലോ, പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞല്ലോ അല്ലെ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ, പഠിച്ചല്ലോ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും കഴിഞ്ഞല്ലോ. ഇനി എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസാ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? സ്ട്രക്ചർ നോക്കിക്കോളൂ, സ്ട്രക്ചർ കേട്ടോളൂ, എഴുതിക്കോളൂ, നോട്ട് ചെയ്തോളൂ, പഠിച്ചോളൂ. സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് will or shall plus have plus v3 എന്താണ്? എപ്പോഴും പറഞ്ഞല്ലോ, v1 v2 v3 എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ആ വെർബിന്റെ 3 ഫോമുകളാണ്, 3 തരം ഫോമുകളാണ്. ഇവിടെ ഏതാ പറഞ്ഞത്? മൂന്നാമത്തെ ഫോം, തേർഡ് ഫോം ഓഫ് ദി വെർബാ പറഞ്ഞേ, v3 ആണ്. v3 ആ പറഞ്ഞത്. അപ്പൊ എന്താ സ്ട്രക്ചർ ഒന്നുകൂടെ പറഞ്ഞ്? സബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് പിന്നെന്താ പറഞ്ഞേ? have പ്ലസ് v3. ഒരു ഉദാഹരണം പറയാം. he will have taken. She will have finished or completed. എന്താണ്? she will have finished or completed എന്നും പറയാം. she will have completed, she will have finished എന്നൊക്കെ പറയാം. ഇത് എന്തിന് ഉദാഹരണമാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന് ഉദാഹരണമാണ്. അതിലെങ്ങനെ സ്ട്രക്ചർ വന്നത്? സബ്ജക്റ്റ് ആദ്യം വെച്ചു, വില്ല് അഥവാ ഷാല്, അത് സബ്ജക്റ്റ് അനുസരിച്ചാണ് വില്ല് ഷാല് വെക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം ഹാവ് വെച്ചു, പിന്നെ എന്താണ്? v3 ഫോം ഓഫ് ദി വെർബ് വെച്ചു. മനസ്സിലായല്ലോ? ഇനി എന്താണ് അടുത്ത എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ സംസാര ഭാഷയിൽ അധികം ഉപയോഗിക്കൽ ഇല്ല, വളരെ കുറവാണ്. എഴുത്ത് ഭാഷയിലൊക്കെയാണ് അത് കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ PSC എക്സാമിനാണെങ്കിലും ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാറില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കി വെച്ചോളൂ, അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി വെച്ചോളൂ. എന്തിന്റെയാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ്. എന്താണ് പറഞ്ഞത്? സബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് have പ്ലസ് been പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്. മനസ്സിലായല്ലോ? സബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് have പ്ലസ് been പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് എന്നുള്ളതാണ് ഈ ഒരു ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ വരുന്നത്. ഉദാഹരണം പറയാം. by next Saturday I will have been working this painting. അതായത് ഭാവിയിൽ നടക്കുന്ന ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഭാവിയിൽ നടക്കുന്ന ഒരു പ്രത്യേക കാര്യത്തിന് ഒരു പ്രത്യേക കാര്യം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. അതാണ് ഇവർ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും ഞാൻ ഭാവിയിൽ ഒരു പ്രത്യേക സമയമാകുമ്പോൾ എന്നുള്ളതിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടെൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരും. ഇത് ഇംഗ്ലീഷിലത്തെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇനി ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, റിപ്പോർട്ടർ സ്പീച്ച് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഗ്രാമർ സെക്ഷൻ തന്നെ വരുന്നുണ്ട്. അതൊക്കെ പറയാം. ഓക്സിലറി വെർബുകളെ കുറിച്ച് അതൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് വരും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഗ്രാമർ സെക്ഷൻ.